Hello, good afternoon. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെലക്ട് ദി കറക്റ്റ് UPS ഔട്ട്പുട്ട് സ്പെസിഫിക്കേഷൻസ്. താഴെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഔട്ട്പുട്ട് സ്പെസിഫിക്കേഷനിൽ UPSുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. റെഗുലേഷൻ പ്ലസ് ഓർ മൈനസ് 3% ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. യുപിഎസിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ടേജ് സിംഗിൾ ഫേസിൽ AC-ലേക്കാണ് വരുന്നത്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. റെഗുലേഷൻ പ്ലസ് ഓർ മൈനസ് 3% ഫോർ ഫ്രീക്വൻസി ആൻഡ് പ്ലസ് ഓർ മൈനസ് 5% ഫോർ വോൾട്ടേജ് ആണ് നമുക്ക്. ദെൻ വേവ് ഫോം ഇറ്റ് ഇസ് എ സൈൻ വേവ് ആയിരിക്കും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 ലാഗ് ടു യൂണിറ്റി ആണ് നമുക്ക് കിട്ടുക. ഓവർലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 125% ഫോർ 10 മിനിറ്റ് വരെ. അതുപോലെ 150% ആണെങ്കിൽ നമുക്കത് 1 മിനിറ്റ് വരെയാണ് നമുക്ക് ആ കപ്പാസിറ്റി ഉള്ളത്. ദെൻ ചേഞ്ച് ഓവർ ടൈം, അതായത് നമുക്കിപ്പോൾ ഒരു മെയിൻ പവർ സപ്ലൈ ഇന്ററപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ബാറ്ററിയിലേക്ക് എടുക്കുന്ന ആ ഒരു ടൈമാണ് ചേഞ്ച് ഓവർ ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം എന്ന് പറയുന്നത് 6 to 12 മില്ലി സെക്കൻഡ്സ് ആണ് വരുന്നത്. ദെൻ എഫിഷ്യൻസി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 85%, അതായത് 70 to 80% അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് എഫിഷ്യൻസി UPSന് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് റിക്വയർസ് എ ബാറ്ററി. നമുക്ക് താഴെ കുറച്ച് ഡിവൈസസുകൾ തന്നിട്ടുണ്ട്. അതിൽ ബാറ്ററി ആവശ്യമായിട്ടുള്ള ഏത് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ചോപ്പർ, സ്റ്റെബിലൈസർ, സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ, UPS. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ അതല്ലെങ്കിൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നുള്ള ഒരു ഇതിനാണ് നമുക്ക് ബാറ്ററി ആവശ്യം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. Which one of the following is a measure of purity of the power output of a power supply? ഒരു പവർ സപ്ലൈയുടെ പവർ ഔട്ട്പുട്ടിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നത് ഏത് പാരാമീറ്റർ വെച്ചിട്ടാണ്? ഓക്കെ, ദാറ്റ് ഈസ് ദ റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്നുള്ള ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് പവറിന്റെ അല്ലെങ്കിൽ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് പവർ പ്യൂരിറ്റി മെഷർ ചെയ്യാൻ അയക്കുന്നത്. ഓക്കെ, റിപ്പിൾ റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലക്ച്വേറ്റിംഗ് AC കോമ്പണന്റ്, അതായത് ഒരു റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ കാണുന്ന ഫ്ലക്ച്വേറ്റിംഗ് AC കോമ്പണന്റ് ആണ് റിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ എന്ന് പറയുന്നത് നമുക്ക് ഏതർ DC കറന്റ് അതല്ലെങ്കിൽ ഒരു DC വോൾട്ടേജ് ആകാനായിട്ട് വരാം, അല്ലെ? റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി RMS value of AC component present in the rectified output to the average value of the rectified output. നമ്മൾ പറഞ്ഞു നമ്മുടെ റെക്ടിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ കാണുന്ന ഒരു AC കോമ്പണന്റ്, ഫ്ലക്ച്വേറ്റിംഗ് AC കോമ്പണന്റിനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അവർ തമ്മിലുണ്ടാകുന്ന ഒരു RMS വാല്യൂയുടെ റേഷ്യോനെയാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഗാമ എന്നുള്ളൊരു ലെറ്ററിലാണ്. ഈ ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും ഇതിന്റെ വാല്യൂ. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് റിപ്പിൾ ഫാക്ടർ എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ഫാക്ടർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what will be the backup time of a UPS if it is backed by 150 Ah 12 volt battery driving a load of 150 watt? നമുക്ക് ബാക്കപ്പ് ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? 150 Ah ആണ് ബാറ്ററി സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി 12H ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ലോഡ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 150 നമുക്ക് തന്നിട്ടുണ്ട്. ലോഡ് 150 വാട്ട്സ് ആണ്. റേറ്റിംഗ് ഓഫ് ബാറ്ററി യൂസ്ഡ് ഇൻ UPS എന്ന് പറയുന്നത് 12 വോൾട്ട് 150 Ah. അപ്പൊ റേറ്റിംഗ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ബാറ്ററിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന എനർജി എങ്ങനെയായിരിക്കും? വോൾട്ടേജ് ഇൻറ്റു AH ആണ്. സോ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി എങ്ങനെയായിരിക്കും? 12 ഇൻറ്റു അതന്നെ നമുക്ക് ആ ഇക്വേഷൻ വോൾട്ടേജ് ഇൻറ്റു AH, വോൾട്ടേജ് 12ഉം AH നമുക്ക് തന്നിരിക്കുന്നത് 150 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1800 വാട്ട് അവർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബാറ്ററിക്ക് നമുക്ക് ഒരു അവറിൽ 1800 എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ബാക്കപ്പ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി ഡിവൈഡഡ് ബൈ ലോഡ് പവർ ആണ്, അല്ലെ? ലോഡ് പവർ നമുക്ക് 150 അറിയാം. ഇപ്പൊ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 1800 ഡിവൈഡ് ബൈ 150 വിച്ച് ഈസ് ഈക്വൽ ടു 12 അവേഴ്സ് ആണ് നമുക്ക് കിട്ടുന്ന ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പണന്റ് മേക്സ് ആൻഡ് ഓൺലൈൻ UPS ഡിഫറെന്റ് ഫ്രം ദ ഓഫ്ലൈൻ UPS? ഒരു ഓഫ്ലൈൻ UPSും ഓൺലൈൻ UPSും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാറ്ററി ആണ്, അല്ല സോറി, സ്റ്റാറ്റിക് സ്വിച്ച് ആണ്. ഓക്കെ, സ്റ്റാറ്റിക് സ്വിച്ച്. ഓക്കെ, ഒരു ഓൺലൈൻ UPS ഓഫ്ലൈൻ UPSിൽ നിന്നുള്ള ഡിഫറെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് സ്വിച്ച്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, WH എഫിഷ്യൻസി ഓഫ് ദ ബാറ്ററി ഫോർ UPS വേരീസ് ഫ്രം. UPSിലുണ്ടാവുന്ന ബാറ്ററിയുടെ WH എഫിഷ്യൻസി എങ്ങനെയാണ് വേരി ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് 70 to 80% ബിറ്റ്വീൻ ആയിട്ടാണ് വേരി ആയിക്കൊണ്ടിരിക്കുന്നത് WH എഫിഷ്യൻസി.
അപ്പോൾ ഒരു ബാറ്ററിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? ആംപിയർ അവർ എഫിഷ്യൻസി, വാട്ട് അവർ എഫിഷ്യൻസി ആണ് വരുന്നത്. ആംപിയർ അവർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ആംപിയർ അവേഴ്സ് ടു ദി ഇൻപുട്ട് ആംപിയേഴ്സ് അവേഴ്സ് ആണ്. IDTD/ICTC ആണ് വരുന്നത്. IDTD എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു ഡിസ്ചാർജ് ടൈമിൽ വരുന്നതും ICTC എന്ന് പറയുന്നത് ആ ഒരു ചാർജിങ് ടൈമിൽ വരുന്ന ആംപിയർ അവേഴ്സ് ആണ് ICTC കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററി നമുക്ക് UPS വരുന്ന ആ ഒരു WH എന്നത് വാട്ട് അവർ എഫിഷ്യൻസി ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് മോർ ദാൻ 60%, അതായത് ബിറ്റ്വീൻ 70 to 80% ആയിരിക്കും നമുക്ക് WH എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് ഓഫ്ലൈൻ UPS റിക്വയർസ്. ഒരു ഓഫ്ലൈൻ UPSന് ആവശ്യമുള്ളത് എന്താണ്? ഇറ്റ് ഈസ് എ ബാറ്ററി ആണ് നമുക്ക് ഒരു ഓഫ്ലൈൻ UPSന് ആവശ്യമുള്ളത്. UPS finds application in. UPSന്റെ മെയിൻ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററി പവർഡ് വെഹിക്കിൾ, ഇലക്ട്രിക് ട്രാക്ഷൻ, HVDC, കമ്പ്യൂട്ടർ പവർ സപ്ലൈ. നമുക്കറിയാം ഇറ്റ് ഈസ് കമ്പ്യൂട്ടർ പവർ സപ്ലൈ ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Which of the following is used with a critical load like hospital intensive care unit where a temporary power failure can cause a lot of inconvenience? അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ആ ഒരു ICUല് പെട്ടെന്ന് പവർ കാരണം ഫെയിലിയർ ഉണ്ടായിരിക്കും, നമുക്ക് അതൊരു ഇൻകൺവീനിയൻസ് ആണ് ഒരുപാട് അല്ലെ ICUലൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് താഴെ പറയുന്ന ഏത് ഡിവൈസ് ആണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത്? നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലെ? ഇറ്റ് ഈസ് UPS ആണ്. UPS യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ടെമ്പററി പവർ ഇന്ററപ്ഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് UPS. UPSന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? undersized power supply, uninterrupted power supply, uneven power supply and unwanted power supply. Option B is the right answer. Uninterrupted power supply അതാണ് UPS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ UPSന്റെ ഫുൾ ഫോം ആണ് uninterrupted power supply. അടുത്ത ക്വസ്റ്റ്യൻ, which is provides uninterrupted power to the load. ലോഡിലേക്ക് ഒരു uninterrupted ആയിട്ടുള്ള പവർ കൊടുക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? ഓപ്ഷൻസ് SMPS, UPS, rectifier and regulator. ഓപ്ഷൻ ബി UPS ആണ് ലോഡിലേക്ക് ഒരു uninterrupted ഒരു തടസ്സമില്ലാത്ത രീതിയിലുള്ള പവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസ് ഏതാണ്? ഇറ്റ് ഈസ് UPS, uninterrupted power supply ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, what is the function of relays in UPS? UPSലുള്ള റിലേയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വോൾട്ടേജ് ഇൻക്രീസ്, വോൾട്ടേജ് ഡിക്രീസ്, ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് സ്വിച്ച്, കറന്റ് ഡിക്രീസ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. റിലേ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ആക്ട് ആസ് എ ഓപ്പറേറ്റ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് സ്വിച്ച് ആണ് റിലേ എന്ന ആ ഒരു പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് സ്വിച്ച് ആണ്. ഓക്കെ, അപ്പൊ UPS റിലേ എന്താ ചെയ്യുന്നത്? ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് സ്വിച്ച് ആയിട്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. What is the measure unit of UPS output rating? UPS output rating ന്റെ ഒരു മെഷർഡ് യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ നമുക്ക് UPSന്റെ ഔട്ട്പുട്ട് റേറ്റിംഗ് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു യൂണിറ്റ് നമ്മൾ എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് വോൾട്ടേജ് ആംപിയർ, വോൾട്ട് ആംപിയർ, ഫാരഡ്. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് വോൾട്ട് ആംപിയർ ആണ് നമുക്ക് UPSന്റെ ഔട്ട്പുട്ട് റേറ്റിംഗ് മെഷർ ചെയ്യുന്നതിനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്, വോൾട്ട് ആംപിയർ ആണ് റൈറ്റ് ആൻസർ. Which one is used for to smooth out and filter fluctuations in voltage in UPS? UPSന്റെ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ആ ഒരു ഫിൽട്ടർ ഫ്ലക്ച്വേഷൻസും സ്മൂത്ത് ഔട്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് ബാറ്ററി, റിലേ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആൻഡ് ഫാൻസ്. ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ആ നമുക്ക് വോൾട്ടേജിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ജസ്റ്റ് സ്മൂത്ത് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, what is the full form of MOV in UPS? UPSൽ MOV എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അബ്രിവിയേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് മെയിൻ ഓക്സൈഡ് വാരിസ്റ്റേഴ്സ്, മെറ്റൽ ഓക്സൈഡ് വോൾട്ടേജ്, metal oxide varistors, metal oxide value. Option C is the right answer. It is metal oxide varistors. Okay, MOV എന്ന് പറഞ്ഞാൽ എന്താണ്? metal oxide varistors in UPS. UPS ലുള്ള MOV എന്ന് പറഞ്ഞാൽ metal oxide varistors. Option C ആണ് right answer. Which is the most commonly used battery type in UPS? UPS ൽ യൂസ് ചെയ്യുന്ന most commonly type battery ഏതാണ്?
ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഡ്രൈ സെൽ, ഫ്ലാറ്റ് സെൽ, റൗണ്ട് സെൽ, വാൽവ് റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററി. So option D is the right answer. It is valve regulated lead acid battery ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. UPS ൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി ഏതാണ്? It is valve regulated lead acid battery. Option D ആണ് right answer. Which one is general category of modern UPS system? Modern UPM systemത്തിന്റെ general category ഏതാണ്? ഓപ്ഷൻസിൽ സീരീസ് UPS, നാച്ചുറൽ UPS, ലൈൻ ഇന്ററാക്റ്റീവ് UPS, എക്സ്ട്രീം UPS. ഓപ്ഷൻ സി ലൈൻ ഇന്ററാക്റ്റീവ് UPS ആണ് നമുക്ക് ജനറൽ കാറ്റഗറി ആയിട്ട് മോഡേൺ UPS-ൽ പറയാവുന്നത്. ഇറ്റ് ഈസ് ലൈൻ ഇന്ററാക്റ്റീവ് UPS. ഇൻവെർട്ടേഴ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ. ഇൻവെർട്ടേഴ്സ് താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? UPS, DC ഡ്രൈവ്സ്, HVAC ട്രാൻസ്മിഷൻ, റെക്ടിഫയേഴ്സ്. ഇറ്റ് ഈസ് ഇൻ UPS. ഇൻവെർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? UPS-ലാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. What is the advantage of online UPS over offline UPS? നമുക്കറിയാം UPS mainly two classifications ആണുള്ളത്, ഓൺലൈൻ UPS ഉം ഓഫ്ലൈൻ UPS. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഓൺലൈൻ UPS-ന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഓഫ്ലൈൻ UPS-നെ കമ്പയർ ചെയ്യുമ്പോൾ what is the main advantage of the online UPS ആണ്. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. Supplies constant power output. It gives constant output frequency. Works on single phase or three phase supply. Free from changeover and transition problems. So നമുക്കറിയാം it is option D is the right answer. Online UPS are free from changeover and transition problems. Changeover and transition problemത്തിൽ നിന്നും ഓൺലൈൻ UPS ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. അതായത് ഈ പറയുന്നതൊന്നും നമുക്ക് ഓൺലൈൻ UPS-ൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദ ഓൺലൈൻ UPS ഓവർ ഓഫ്ലൈൻ UPS ഈസ് it is free from the changeover and transition problems. Okay. Which is the cause for the fault if the output voltage of UPS is higher than normal? ഇപ്പോൾ ഒരു UPS-ന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള വോൾട്ടേജിനേക്കാൾ ഹയർ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രോബ്ലം ആണ് അതിൽ ഒക്കർ ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് UPS-ന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള വോൾട്ടേജിനേക്കാൾ ഹയർ ആണെങ്കിൽ what is the problem? ഓപ്ഷൻസിൽ ബാറ്ററി ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ്, ഡിഫക്റ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഹൈ, very high, relay points are joined together. That is option B is the right answer. Defective feedback circuit. കാരണം UPS-ന്റെ ഔട്ട്പുട്ട് നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് വീണ്ടും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫക്റ്റീവ് ആകും. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് വരുന്നതിനേക്കാൾ ഹയർ വാല്യൂ ആണെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് മുഴുവനായിട്ട് ഡിഫക്റ്റീവ് ആകുന്നതിന് ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് UPS അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, thank you.